ഞങ്ങളിപ്പോൾ കൊച്ചിൻ എയർപോർട്ടിലാണ്. കൊച്ചിൻ എയർപോർട്ടിൻ്റെ ലോഞ്ചിലാണ്. അതെ, ഇപ്പോൾ സമയം 12 മണി. ഞങ്ങൾക്ക് 1 മണിക്കാണ് ഫ്ലൈറ്റ്. ഞങ്ങൾ മണാലിയിലോട്ട് പോവാം. മണാലി? യെസ്. ഞങ്ങൾ രാവിലെ മോർണിംഗ് 6 AM അവിടെ എത്തും. അപ്പം അവിടെ ഒരു സഞ്ജു കുമാർ ചേട്ടൻ ഞങ്ങളെ കാത്തിരിപ്പുണ്ട് വിളിക്കാൻ വരാൻ വേണ്ടിയിട്ട്. പേരിഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കാറിൽ ഇരുന്നപ്പോൾ തൊട്ട് സഞ്ജു സഞ്ജു എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. 1 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം 12 മണി ആവുന്നതേ ഉള്ളൂ. നമ്മൾ ഒരുപാട് അത്യാവശ്യം നല്ല നേരത്തെ ഇവിടെ എത്തി. ബിക്കോസ് നമുക്ക് വഴിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. നമ്മൾ മറ്റേ ലാസ്റ്റ് മിനിറ്റ് ആണല്ലോ നമ്മുടെ എല്ലാ പരിപാടിയും. ഞങ്ങൾ ലാസ്റ്റ് നിമിഷം ഇറങ്ങാൻ നേരമാണ് പെട്ടി മാറ്റി പാക്ക് ചെയ്തൊക്കെ ഇറങ്ങി ഇവിടെ വന്നപ്പോൾ സമയമായി. പിന്നെ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ എന്തായാലും ലോഞ്ച് ആക്സസ് ഉണ്ട്. അങ്ങനെ ലോഞ്ചിൽ കയറി കഴിച്ചു. ഇവിടെ ഇരിക്കുക. ആ ചേച്ചി നിന്ന് തുടയ്ക്കുന്നുണ്ട്. ആ ചേച്ചിയുടെ പുറകിൽ ഇരിപ്പുണ്ടാകും 3 പേര്. നമ്മുടെ കൂടെ ഉള്ളവരാ. അത് തന്നെ അവര്. ഞങ്ങൾ ചണ്ഡീഗഡ് എത്തിയിരിക്കുന്നു. എന്നിട്ട് ഞങ്ങള് കോഫി കുടിക്കാൻ ഇപ്പം ഇവിടെ വന്നേക്കോ. ഒരു ധാബയാണ്. ഞങ്ങൾ ചായ കുടിച്ചിട്ട് റൂമിലോട്ട് പോകും. ഇവിടുന്ന് ഒരു 4 hours ഉണ്ട്. 4-5 hours ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണിത്. വണ്ടി ഓടിച്ച ചേട്ടൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പുള്ളി കാറിങ്ങനെ നിർത്തി തരുന്നുണ്ടായിരുന്നു. അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നിർത്തി തന്നൊരു സ്ഥലമാണ്. നല്ല രസമായിരുന്നു കാണാൻ. അതുപോലെ ഭയങ്കര കാറ്റുമായിരുന്നു, നല്ല തണുപ്പുമായിരുന്നു. നമ്മൾ ആ സൈഡിലൊന്നും നിൽക്കരുതെന്ന് ആ പുള്ളി പറയായിരുന്നു. സൂക്ഷിക്കണം വെച്ചാൽ ഭയങ്കര ഫോഴ്സിലായിരുന്നു ആ കാറ്റ്. നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്നെടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് അത് കഴിഞ്ഞ് കാറിൽ കയറി റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ ഒരു ടെമ്പിൾ കണ്ടു. അവിടെ പുള്ളി നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങളെല്ലാം കയറി കണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടെമ്പിളിൻ്റെ അകമെല്ലാം കയറി കണ്ടു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ലോക്കൽ ട്രഡീഷണൽ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ കയറി. സിദ്ധു എന്നാണ് ഇതിനെ പറയുന്നത്. അത് നല്ല ഞങ്ങൾ ഒരു ഫ്രൈഡ് സിദ്ധുവാണ് പറഞ്ഞത്. ഇതിൻ്റെ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്ന ടൈപ്പും ഉണ്ട്. ഞങ്ങൾ ഫ്രൈഡാണ് പറഞ്ഞത്. ഇത് നല്ല ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ അകത്തൊരു ഫില്ലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലായിരുന്നു. വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. ഈ ചട്നി മുക്കി കഴിക്കണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു മാഗിയും കൂടെ കഴിച്ചിട്ട് ആ കാണുന്ന റിവർ സൈഡിലും ഞങ്ങൾ ഇറങ്ങി. കുറച്ച് നേരം ഞങ്ങൾ അവിടെയും സ്പെൻഡ് ചെയ്തു. നടക്കാം നമുക്ക് അങ്ങോട്ട്. എവിടെ പോയാലും നാരായണ കിട്ടാറ്. നമ്മളന്ന് കോയമ്പത്തൂർ പോയപ്പോഴും ഒരു ഹൈദരാബാദ് പോയപ്പോഴും ഒരു അങ്കിള് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണോ അവര് അറിയുന്നത് ഇവന്റെ മൊണ്ണ ഫോട്ടോഗ്രാഫി? അതാ പുള്ളി ഫോട്ടോ നോക്കാതെ പോയാൽ നാരായണ രക്ഷപ്പെടും. അതെ, ഫോട്ടോ കാണാൻ നോക്കിയാ നമുക്ക് എല്ലാവർക്കും കിട്ടുവാടി. 2-3 ഫോട്ടോ എടുത്തിട്ട് അവർക്കത് ശരിയായില്ല. പിന്നെ നാരായണന്റെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് ഞാൻ മേടിച്ചെടുത്തു കൊടുത്തു ഫോട്ടോ. എങ്ങനെയാണോ കറങ്ങിത്തിരിഞ്ഞിങ്ങനെ വരുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ടൊരു യാത്രയായിരുന്നു. മഞ്ഞ് കണ്ടോ? സൂപ്പറായിട്ടുണ്ട്. ആ മല കണ്ടോ? നമ്മൾ ഈ വരച്ച് വെച്ചേക്കുന്ന പോലെ.
ഇവിടെ ഇതല്ല വരയ്ക്കുന്നത്. പറയാനുള്ള പറ. നീ വരയ്ക്കുവോ? ഞാൻ വരയ്ക്കും. നീ വരയ്ക്കും. ഞങ്ങള് 4 മണി ആയപ്പോൾ ഇവിടെ എത്തി. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലത്തിലൊക്കെ കയറി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. റൂമിൻ്റെ കാർഡ് അല്ലേടാ, കാർഡ് എന്താ ആ റൂമിൻ്റെ അകത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് വന്ന് ഈ റൂമിൽ ഇരിക്കുക അവള്. ഇനി കുത്തി തുറക്കാൻ ആളെ വിളിക്കാൻ നാരായണം പോയിട്ടുണ്ട്. നാരായണം പോയിട്ടില്ലെന്ന് ഉൾവിളി വന്നിട്ടുണ്ട് അവിടുന്ന്. അശരീരി. ഓക്കെ, അശരീരി വന്നിട്ടുണ്ട് അവിടുന്ന്. ഈ കുരിപ്പിന് ഇതൊക്കെ പറ്റത്തുള്ളൂ. സമയം 6:06. പൊളി വ്യൂ കണ്ടോ? മറ്റേ ആകാശവും മലയും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലടി. കണ്ടോ? ഞങ്ങൾ കഴിക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ ചെറിയ ചെറിയ മഞ്ഞ വീണ് കിടപ്പുണ്ട്. നിങ്ങളെ കാണിക്കാം. കണ്ടോ ഗൈസ്? അവിടെ എവിടെയൊക്കെ മഞ്ഞ് കിടക്കുന്ന ഈ ചെറുതായിട്ട് കിടക്കുന്ന എല്ലാം മഞ്ഞ കണ്ട. ആ സൈഡൊക്കെ കണ്ട. ഇവിടാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പം ഇവിടെ എത്ര ഡിഗ്രി ഉണ്ട്? 2 ഡിഗ്രി. നല്ല തണുപ്പുണ്ട്. 2 സോക്സും ഷൂവും ഇതൊക്കെ ചെവിയിൽ വെച്ചോണ്ട ഈ സാധനം ഭയങ്കര യൂസായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി റൂമിലോട്ട് പോവാം. നാളെ രാവിലെ 9 മണിക്ക് ആ ചേട്ടൻ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നാളെ ഞങ്ങൾ സ്നോയിൽ പോവാം. ഫസ്റ്റ് ഡേ ആണിത്. സോ ഇനി ഞങ്ങളെല്ലാം പോയി ഉറങ്ങാൻ പോവാം. ഇനി നാളെ രാവിലെ കാണാം. ഏതാണ്ട് 7:45-8 മണി ആയപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. റെഡിയായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് 9 മണി ആവുമ്പം ഡ്രൈവർ ചേട്ടൻ വരുമെന്നാണ് പറഞ്ഞത്, നമ്മളെ സ്റ്റോപ്പ് പോയിന്റിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അറിയുന്നില്ല കേട്ടോ അല്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ തിരിച്ചു വന്നു. റൂമിൽ തിരിച്ചു വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്നോ പോയിന്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. ഞങ്ങൾ സ്നോയിൽ കളിക്കാൻ പോവാണ്. ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക. കണ്ട, മഞ്ഞത്ത് പോകാനുള്ള ഡ്രസ്സൊക്കെ ഞങ്ങളിപ്പോൾ പോയി റെന്റിനെടുത്ത് സെറ്റായിട്ട് ഇരിക്കുക. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അറിയാം. അതെ, ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ആ മലയിലോട്ട്, ആ ബാക്കിൽ കാണുന്ന മല ഉണ്ടോ, ആ മലയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. താഴേന്ന് കുറച്ചധികം നമുക്ക് മുകളിലോട്ട് പോയാലേ സ്നോ പോയിന്റിൽ എത്തത്തുള്ളൂ. ആ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളായത്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല രസമായിരുന്നു കാണാൻ. ഇനി ഞങ്ങള് മാഗിയും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് എന്താ, ഇവളെ ഈ ഡ്രസ്സ് ചെയ്യിപ്പിച്ചപ്പോ ഇവള് പഫർ ജാക്കറ്റിന്റെ മുകളില് ഈ സാധനം ഇത് റെന്റലാ, വിന്റർ ജംപ് സ്യൂട്ട്. നമ്മളിത് റെന്റിനെടുത്താണ്. അപ്പൊ അവിടുത്തെ ചേച്ചിയുടെ അടുത്ത് ഇവള് പഫർ ജാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഈ ജംപ് സ്യൂട്ട് ഇടാൻ വേണ്ടിട്ട് ചെന്നു. അപ്പം പുള്ളിക്കാരി ഇവളെ വിളിച്ചു, ഇവളോട് പറഞ്ഞു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗോലുമോലുവിനെ പോലെ ഇരിക്കുമെന്ന്, എന്നുവെച്ചാ ഗുണ്ടായിട്ടിരിക്കുമെന്ന്. എന്താ കൂക്ക പറയാനുള്ളേ? ഒന്നും പറയാനില്ല. നാരായണ ഇഷ്ടപ്പെട്ടോ ട്യൂബിൽ കയറിയിട്ട്? കുഴപ്പമില്ല, അത്ര പറയാനില്ല. ശ്രീഹു കണ്ടോ ഗൈസ്, നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടായിരിക്കും, അവന്റെ വായിന്ന് കൊള്ളാമെന്ന് വീണിട്ടുണ്ട്.
എത്ര സ്പൂൺ വേണം നിനക്ക്? ഗൈസ് ഞങ്ങൾ മാഗി കഴിക്കുക ഗൈസ്. ഇതിന്റെ ടെക്നിക്ക് ചൂടൊന്നുമില്ല. ചൂട് പോയതാ. ചൂട് കാണുന്നത് പെട്ടെന്ന് ഐസാവും. അവരവിടുന്ന് ഇവിടെ വരെ വരുമ്പത്തേക്കും ഇത് തണുത്തു. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിതേ മഞ്ഞത്ത് വന്നിരിക്കുക. ഫുൾ മഞ്ഞ ഞങ്ങളുടെ ചുറ്റും. അവര് 3 പേരുടെ അങ്ങോട്ട് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. ഇപ്പൊ സമയം ഇപ്പോ 1 മണി 1:30 ആയി. ആ റോഡിൽ കൂടി ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതായിരിക്കും കണ്ടത്. അത് ലിറ്ററലി മറ്റേ ഒരു ഫോട്ടോ പോലെ നമ്മൾ വരച്ചു വെച്ചേക്കുന്ന പെയിന്റ് ചെയ്യുന്ന പോലെ ആയിരുന്നു നമ്മൾ കണ്ടത്. നമ്മൾ ഭയങ്കര ഡ്രസ്സൊക്കെ നല്ല രീതിക്കൊക്കെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. ജാക്കറ്റ് ഒന്നും മേടിച്ച് പൈസ കളയണ്ടെന്നാണ് പറയാനുള്ളത്. നമ്മള് 1 ടൈം യൂസേ ഉള്ളൂ. അതെ, ഇവിടെ വരുമ്പോൾ അല്ല എപ്പോഴും ട്രാവൽ ചെയ്യുന്നവരാണ് അങ്ങനെ മഞ്ഞത്തൊക്കെ പോകുന്നതാണ്. അങ്ങനത്തെ അടുത്താണ് ട്രാവൽ ചെയ്യാൻ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജാക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾ ആക്ച്വലി നല്ലോണം ജാക്കറ്റിനും ഡ്രസ്സിനും അത്യാവശ്യം ഞങ്ങളൊരു പൈസ നാരായണനും ശ്രീഹരിയൊക്കെ ഇട്ടിരിക്കുന്ന ജാക്കറ്റിന് അതെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ജാക്കറ്റ്. അതിന്റെ ആവശ്യം ഇവിടെ വന്നപ്പോ ഇല്ല. അവർക്ക് പറ്റുള്ളൂ, നമുക്ക് അതിന്റെ പുറത്ത് ഇതിടാൻ പറ്റില്ല. ഭയങ്കര അപ്പൊ അങ്ങനെ ഇട്ടാലാണ് ഇവിടെ ചേച്ചി വിളിച്ച പോലെ ഗോലുമൂലുമായിട്ട്. അതെ അതെ. ബഡ്ജറ്റ് ഹോളിഡേ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ പാക്കേജിലാണ് നമ്മള് വന്നത്. അപ്പം ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാനൊക്കെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ഒരു ചേട്ടൻ അത് തന്നെ. പുള്ളി അവിടെ പുള്ളി എല്ലാരും കോണ്ടാക്ട് ഉള്ളതുകൊണ്ടായിരിക്കും, ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും, കമ്മീഷനൊക്കെ കാണും പുള്ളിക്കും. പുള്ളി കറക്റ്റ് ആയിട്ട് നമ്മളെ എവിടെയെങ്കിലും ഒരിടത്തോട്ട് ഇറക്കി വിടുകയാണെങ്കിൽ ഇപ്പൊ ഷോപ്പ് നമ്പർ കുറെ ഷോപ്പ് ഉണ്ടെങ്കിൽ ഷോപ്പ് നമ്പർ 2 തന്നെ വാങ്ങണം. അത് തന്നെ, നിങ്ങൾ മറക്കല്ലെന്നൊക്കെ അവിടെ തന്നെ വാങ്ങണം. അങ്ങനെയൊക്കെ അവിടുന്ന് രാവിലെ പോയി അവിടുന്ന് 2 ഡ്രസ് എടുത്തു. എന്നിട്ട് ഞങ്ങള് 50 റുപ്പീസാണ് ഈ ജെം സ്യൂട്ടിന്. പിന്നെ ഷൂവിനും കൂടെ കൂട്ടി ഈ ഇത്രയും സാധനം കിട്ടും. പിന്നെ നമ്മള് ഇതൊക്കെ സെപ്പറേറ്റ് മേടിച്ച ഇതിന്റെ അകത്തൊരു ഗ്ലൗസ് സെപ്പറേറ്റ് വാങ്ങിച്ചു. വൂളൻ സോക്സ് ഇട്ടിട്ടുണ്ട്, അത് സെപ്പറേറ്റ് കൊടുക്കണം. അതിനും 100 റുപ്പീസ്. ഗ്ലൗസിന് 150 ആണ്. തൊപ്പിയും മേടിച്ചു ഞങ്ങൾ ഒരെണ്ണം മേടിച്ചോളൂ തൊപ്പി. ബാക്കി ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും വലിയൊരു അത്രയും വിലയുള്ള ജാക്കറ്റിന്റെ ഒന്നും കാര്യം ഇല്ലായിരുന്നു ഇവിടെ വന്നപ്പോ. കാരണം ഇവിടെ എല്ലാം റെന്റിനൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റെന്റിലിടാൻ ഇഷ്ടമില്ലാത്ത ഒരാൾക്കാരാണെങ്കിൽ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളും ഇഷ്ടപ്പെട്ടല്ല. ഞങ്ങൾ റെന്റലോ എങ്ങനെ ആൾക്കാരൊക്കെ യൂസ് ചെയ്ത പിന്നെ ഇടുന്നേന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വന്നതാ. പക്ഷെ നമ്മൾ ആ ഒരു പോയിന്റില് നമ്മൾ ഇട്ടു പോകും അല്ലേടി. പിന്നെ അവര് പറഞ്ഞതാണേ, നമുക്കറിയത്തില്ല. അവര് വൺസിനെ വയല് ക്ലീൻ ചെയ്യുന്നൊക്കെ അവര് പറഞ്ഞു. അവര് വാഷ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. നല്ലൊരു തെർമൽ എന്തായാലും വാങ്ങിക്കണം. ഞങ്ങളൊരു ഫ്ലീസ് ഇട്ടിട്ടുണ്ട്, തെർമൽസ് ഇട്ടിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഒരു ഫ്ലീസ് സെറ്റ് ഇട്ടിട്ടുണ്ട്, ടോപ്പും ബോട്ടവും. പിന്നെ അല്ലാതെ ഞങ്ങളൊരു തെർമൽസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മള് ഒരു മറ്റേ സ്വെറ്റ് ഷർട്ട് പോലെ അത്യാവശ്യം നല്ല, ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അതുപോലെ തന്നെ ഇയർ മഫിൻസ് എന്തായാലും വാങ്ങിക്കണം. ഇത് ഭയങ്കര ഒരു യൂസ് ആയിട്ട് തോന്നി, ഭയങ്കര ഒരു ലൈഫ് സേവർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ എവരുടെ ബൂട്ട്സ് ഇടുന്നത് നന്നായിട്ട് തോന്നി. വേറെ ഒന്നും കയറുന്നൊന്നുമില്ല, വെള്ളമൊന്നും. ഇനി ഞങ്ങള് കുറച്ചു നേരം ഇവിടെ എല്ലാം ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് ഐസിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമുക്ക് പ്രാന്തളകി. പിന്നെ 8:30 തൊട്ട് 10 വരെയാണ് ഞങ്ങൾക്ക് ഫുഡ്. ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടല് നല്ല ഹോട്ടലാ. ഇനി നമ്മൾ കത്തി വെച്ച് വരെ ബോറടിപ്പിക്കണം. നമുക്ക് ഇനി അവര് വന്നിട്ട് ബാക്കി കാര്യം നോക്കാം. എനിക്കിപ്പോൾ ഒരു വലിയൊരു ഡൗട്ടിലാണ്. ഞങ്ങൾ മണാലി വരുന്ന കാര്യം
എന്തുവാടി വലിയൊരു ഡൗട്ടിലാണ്. എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാൽ മണാലി ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോ തൊട്ട് ഇവള് കൊറേ റീൽസ് ഞാൻ സേവ് ചെയ്ത് വെച്ചു. ഈ ആൾക്കാർ ഓടുന്നു, അവിടുന്ന് വരുന്നു ക്യാമറ, ഇവിടുന്ന് വരുന്നു, താഴേന്ന് പൊങ്ങുന്നു, വെയിലടിക്കുന്നു, അവര് ഓരോ റീൽസ് ചെയ്യുന്നു. ഗൈസ് ഞാനും അതുപോലെ സ്വപ്നം കണ്ടു വന്നതാ ഗൈസ്. പക്ഷേ നോക്ക്, ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ കിടക്കുക, ഞങ്ങൾ വേണ്ടേ അതുപോലെ കിടക്കുക. മഞ്ഞ് കിടക്കുന്ന പോലെ ഞങ്ങളും കിടക്കുക. ഇവിടെ ഓടാനും പറ്റുന്നില്ല, ചാടാനും പറ്റുന്നില്ല. ഞങ്ങളിപ്പോ ഈ മഞ്ഞ് ഇങ്ങനെ ഉരുട്ടി അടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഇവളെ എറിയുന്നു, ഇവളെ എന്നെ എറിയുന്നു. ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ വീഡിയോ എടുക്കാനും ആരുമില്ല, ഞങ്ങളെ എറിയാനും ആരുമില്ല. നമ്മള് റിയാലിറ്റിയിൽ വരുമ്പോ ഇങ്ങനെ അല്ല ഗൈസ്. ഞാനും മീരയും കൂടെ അവിടെ ഇരുന്നാണ് നിങ്ങളോട് ജാക്കന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, എങ്ങനെ എന്തുവാ ചെയ്യണ്ടേന്നൊക്കെ. അതെല്ലാം കഴിഞ്ഞ് നാരായണൻ വന്ന് ഞങ്ങളെ അവിടെ നല്ല വ്യൂ ഉണ്ട്, അവിടെ നല്ല രസമുണ്ട്, മഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കഷ്ടപ്പെട്ട് കയറി വന്ന് ഇവിടെ ഇരിക്കുക ഇങ്ങനെ. ഇപ്പൊ സമയം 2:45. ഇതൊക്കെ ചെയ്തു. ആക്ടിവിറ്റി 2-3 ചെയ്തു. പക്ഷെ നല്ല രസമുണ്ട്. റീൽസ് ചെയ്യാൻ വേണ്ടി ആരും ഇങ്ങോട്ട് പോയി. റീൽസ് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും, ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരിക്കും. പക്ഷേ ഗൈസ് ഞങ്ങൾ ഇവിടെ ഫ്ലോപ്പ് ആയി പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടുത്തെ ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പോവായിരിക്കും. 4 മണി 4:30 പോവായിരിക്കും. കാര്യം പറയട്ടെ ഗൈസ്, ഈ കൊടും മഞ്ഞത്ത് അഹാന കൃഷ്ണയുടെ വലിയൊരു ഫാൻ ഇവിടെ ഇരിക്കുന്നത്. അഹാന കൃഷ്ണ സാരി ഉടുത്ത് ഡാൻസ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഇവിടെ ഒരുത്തിക്ക് സാരി ഉടുക്കണം. സാരിയും കെട്ടിപ്പെറുക്കി വന്നു. പക്ഷെ ഇന്നലെ ഫുള്ള് ഇങ്ങനെ ഒരു കിടപ്പായിരുന്നു അമ്മച്ചി. ഇന്നലെ ഫുള്ളൊന്നും ഞാൻ കിടക്കലായിരുന്നു. വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഓവർ തണുപ്പ് അനുഭവപ്പെട്ടത് ഇവൾക്ക്. അഹാന കൃഷ്ണയുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുട്ടികൾ ഇത് വീട്ടിലോ അല്ലോ വല്ലയിടത്തും പോയി ഇത് അനുകരിക്കല്ലെന്ന് ജസ്റ്റ് ഒരു ക്യാപ്ഷനിൽ പറയണം. എന്താന്ന് വെച്ചാൽ ഈ കുട്ടി ഇവിടെ വീണ് പോയനെ, ഞങ്ങൾ ആംബുലൻസ് വിളിക്കേണ്ടി വന്നേനെ. ഈ മഞ്ഞത്ത് കേറി വരുമോ എന്തോ ആംബുലൻസ് അറിഞ്ഞില്ലല്ലോ വീഡിയോ ഇട്ടപ്പോ. ഏതായാലും അവര് വീഡിയോ ഇട്ടപ്പോ ഞാൻ കരുതി അവിടെ ഒക്കെ പോയി അങ്ങനെ ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ അവിടെ കാണുമെന്ന്. പിന്നല്ലേ ഞാൻ അറിഞ്ഞു അവരുടെ വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മഞ്ഞായിരുന്നു. അവരവിടെ വെച്ച് അത് അഹാനയുടെ വ്ലോഗ് വന്നപ്പോഴല്ലേ അറിഞ്ഞത്. ഞാൻ എല്ലാം എടുത്തോണ്ട് വന്നു. ടോട്ടലി ഫ്ലോപ്പ് ആയി. വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എന്റെ ആണേലും അവളുടെ ആണേലും. പിന്നെ കുറെ മഞ്ഞ് വാരി എറിയുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ തീരും. അത് കഴിഞ്ഞ് റൂമിൽ പോവും. അങ്ങനെ ഞങ്ങൾ സ്നോ കാണാൻ വന്ന വിശേഷങ്ങൾ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്.